കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടി നമുക്കൊരുമിച്ച് ദൈവസന്നിധി കൂടി വരുവാൻ കർത്താവ് എന്ന വലിയ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം വചനത്തിലൂടെ ചിന്തിച്ചത് ദൈവമുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളാണ്. ദൈവ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ 10ഓളം കാര്യങ്ങൾ നമ്മൾ അതിനോടനുബന്ധിച്ച് ചിന്തിച്ചു. തുടർന്ന് നമുക്ക് ഈ ദിവസം ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ കണ്ടു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നുള്ള വചനഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. നമുക്ക് ബോധ്യപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമ്മളെ നടത്തുന്നത്, ദൈവമാണ് അനുഗ്രഹിച്ച് നമ്മളെ വഴി നടത്തുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കേവർക്കും ഉണ്ട്. ആ ദൈവത്തിൻ്റെ ഗുണസവിശേഷതകളെക്കുറിച്ച് ദൈവത്തെ കൂടുതലായിട്ട് ഓരോ ദിവസവും അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണമേ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഗുണസവിശേഷതകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ സവിശേഷതകളെ 3ആയിട്ട് തിരിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിന് മാത്രമുള്ള ഗുണസവിശേഷതകൾ, അതിനെ ദിവ്യത്വ ഗുണങ്ങൾ എന്ന് പറയും. ദൈവം മനുഷ്യനുമായിട്ട് പങ്കുവച്ചിരിക്കുന്ന ഗുണങ്ങളെ ധാർമ്മിക ഗുണങ്ങളെന്നും ദൈവത്തിൻ്റെ ആളത്വത്തോട് ബന്ധപ്പെട്ട ഗുണങ്ങളെ ആളത്ത് ഗുണങ്ങളെന്നും തരംതിരിച്ച് നമുക്ക് ഒന്ന് പഠിക്കാം. അവയിൽ പ്രധാനമായവ താഴെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ദിവ്യത്വ ഗുണങ്ങൾ അഥവാ ദൈവത്തിന് മാത്രമുള്ള ചില ഗുണസവിശേഷതകൾ, അതിനെക്കുറിച്ച് നമ്മൾക്ക് ഈ ദിവസം ചിന്തിക്കാം. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലും ഒരുമിച്ച് ചിന്തിച്ചു പോകാം. ദൈവത്തിൻ്റെ ദിവ്യത്വ ഗുണങ്ങളിൽ ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ടതാണ് ദൈവം സൃഷ്ടാവാണ്, അഥവാ സൃഷ്ടാവായ ദൈവം എന്നുള്ളത്. ദൈവം ആദ്യം നടത്തിയ സൃഷ്ടിപ്പിൻ്റെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദൈവവചനം ആരംഭിക്കുന്നത്. ദൈവം സൃഷ്ടിതാവാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ അത് വായിക്കുമ്പോൾ നമുക്ക് അരക്കെട്ടുറപ്പിക്കാം. പുറപ്പാട് പുസ്തകം 20-ന്റെ 6-ാം വാക്യത്തിൽ യെശയ്യാവ് 40-26, 45-ന്റെ 12-18, ഇരമ്യാവ് 32-ന്റെ 17, യോഹന്നാൻ 1:3, അപ്പോസ്തലപ്രവൃത്തി 4:24, എബ്രായർ 1:10, ഇങ്ങനെ അനേക വാക്യങ്ങൾ നമുക്ക് അതിനുവേണ്ടി തിരുവചനത്തിൽ എടുക്കുവാൻ കഴിയും. ഉള്ള വസ്തുക്കളെ രൂപഭംഗി വരുത്തുവാനും അതിൽ നിന്നും പുതിയത് നിർമ്മിക്കുവാനും മനുഷ്യന് കഴിയും. നമ്മളെല്ലാം ഒരു സാധനം എടുത്ത് വേറൊരു സാധനം ഉണ്ടാക്കുകയും രൂപമാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇല്ലാത്ത ഒരു സാധനത്തെ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ എന്തുണ്ടാക്കിയാലും അതിൻ്റെ പിന്നിൽ നിലവിലുള്ള എന്തെങ്കിലും വസ്തു എടുത്തിട്ട് അതിനെ വേറൊരു വസ്തുവാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇല്ലായ്മയിൽ നിന്നും, ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവം സൃഷ്ടിതാവാകിയാൽ സൃഷ്ടികൾക്ക് വേണ്ടത് എല്ലാം ഈ ഭൂമിയിൽ കരുതി വച്ചിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിൽ കരുതി വച്ചിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും ദൈവം സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ എന്ന് മത്തായിയുടെ സുവിശേഷം 5:45 നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനായ ദൈവം, ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതും തക്ക സമയത്ത് കരുതുന്നവനാണ്. കർത്താവിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത്, നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടത് സകലതും നിവർത്തിച്ചു തരുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം മതിയാവനാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സകലവും സൃഷ്ടിച്ചവനായ ദൈവം, നമ്മളെ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചവനായ ദൈവം നമുക്ക് വേണ്ടത് കരുതാതിരിക്കുമോ?
കരുതുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ മക്കളുടെ ഭാവി കാര്യങ്ങൾക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ജോലിക്ക് ആവശ്യമുള്ളത്, നമ്മുടെ രോഗശയ്യയിൽ നമ്മളെ കരുതുന്ന ദൈവം, നമ്മുടെ ക്ഷീണത്തിൽ നമ്മളെ കരുതുന്ന ദൈവം, നമ്മുടെ വേദനയിൽ നമ്മളെ കരുതുന്ന ദൈവം, ആ ദൈവം നമുക്കാവശ്യമുള്ളത് സൃഷ്ടിച്ച് ഇല്ലാത്ത ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുവാൻ കഴിയുന്നവനാണ് എന്നതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ ലോകവും ഈ ഭൂമിയും മാറി പുതിയൊരു ഭൂമിയും പുതിയ ആകാശവും ഒക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ 1 നമ്മൾ കാണുക. അപ്പോൾ അവിടെയും ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുക, ദൈവത്തിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യം നമ്മൾ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 21:1 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുവാനും ഇതൊക്കെ നീക്കിക്കളയുവാനും ഇത് സകലത്തെയും നിയന്ത്രിക്കുവാനും എല്ലാം കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സൃഷ്ടാവാണ്. ഇല്ലായ്മയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും സൃഷ്ടിക്കുവാൻ മതിയായവനാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? ദൈവത്തിൻ്റെ അടുത്ത ഗുണസവിശേഷത നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം സർവശക്തനായ ദൈവമാണ്. അഥവാ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല. സർവശക്തനായ ദൈവം. നന്മയായത് എല്ലാം സാധ്യമാകുന്ന ദൈവത്തിനും. ദൈവം സർവശക്തൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ പരിശുദ്ധിക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായിട്ടോ അനീതിയുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ ദൈവം ചെയ്തു കളയുമെന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ. കാരണം ദൈവം പരിശുദ്ധനാണല്ലോ. ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ നിത്യനിർണയങ്ങളെ ദൈവം മാറ്റത്തില്ല. ദൈവം സർവശക്തൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എൽ ഷദായി എന്ന എബ്രായ പദമാണ്. എബ്രായ പദത്തിൽ എൽ ഷദായി എന്ന് പറയുമ്പോൾ ദൈവം സകലത്തിലും മതിയായവൻ, നമ്മുടെ ആവശ്യത്തെക്കാൾ വലിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ സകലവും നിവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ 1 വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 6 അധ്യായം 17-18 വാക്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിപ്പിരുന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു, അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. സകലത്തിലും മതിയായവനായ ദൈവം. അശുദ്ധിയിൽ നിന്നകന്ന് നിഷ്കളങ്കരായി ജീവിക്കുന്നവർക്ക് ദൈവം തൻ്റെ സർവശക്തിയെ വെളിപ്പെടുത്തി കൊടുക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ദൈവമായ കർത്താവ് സർവശക്തനെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 10 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിവിധ വേദഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അത് മുഴുവനും ചിന്തിച്ചു പോകാൻ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് പ്രധാന കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകാം. അപ്പം ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തിന് മാത്രമാണ് മരിച്ച് മണ്ണായിത്തീരുന്ന അല്ലെങ്കിൽ പൊടിയായി മാറുന്ന മനുഷ്യനെയും തിരികെ ദൈവപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മളെ എഴുന്നേൽപ്പിച്ച് പൊടിയായിപ്പോയ ദ്രവിച്ചു പോകുന്ന നമ്മുടെ മണ്ണോട് മണ്ണായിത്തീരുന്ന നമ്മളെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ആ കർത്താവ് ഇവിടെ കയറി വരുവിനെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആ പൊടിയിൽ നിന്നും ഒരു പുതിയ രൂപാന്തര ശരീരം പ്രാപിച്ച് നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കരേറിപ്പോകുമെന്ന് പറയുക. ഇതൊക്കെ സർവശക്തനായ ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം,
നമ്മുടെ ലോകപ്രകാരമുള്ള കോടതികൾ, കേസുകളൊക്കെ ആൾ മരിക്കുന്നതോടുകൂടി, ആൾ ഇല്ലാതെയാകുന്നതോടുകൂടി ആ കേസുകളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും. മരിച്ചുപോയ ഒരാളെ പിന്നെ എന്നാ ശിക്ഷിക്കാനാണ്? എന്തെങ്കിലും ശിക്ഷിക്കാൻ കഴിയുമോ? പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മരിച്ചു പോയവരെയും ദൈവം തിരികെ ചേർത്ത് തൻ്റെ ന്യായാസനത്തിങ്കൽ കൊണ്ടുവന്ന്, മരണമൊന്നിൻ്റെ അവസാനമല്ല, മരണത്തോടുകൂടി രക്ഷപ്പെട്ടു പോകാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട ദൈവത്തിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ. അവരെ ദുഷ്ടന്മാർ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കുറ്റം ചെയ്തു പോയവർ, ഈ മരണപ്പെട്ടു പോയവരും അവരെ തിരികെ കൊണ്ടുവന്ന് അവർക്ക് ന്യായവിധി കൊടുക്കുന്നൊരു ദൈവത്തെ നമ്മൾ കാണുക. സർവശക്തനായ ദൈവം, മണ്ണോട് മണ്ണായി നാം മലിഞ്ഞു പോയാലും കാഹളം കേൾക്കുമ്പോൾ നാം ഉയർത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. എത്ര വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്! നമ്മുടെ ജീവിതം എത്ര ശ്രേഷ്ഠമാണ്! ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് എത്രയോ ഭാഗ്യമാണെന്നോർത്ത് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അടുത്ത ദൈവത്തിൻ്റെ ഗുണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, സർവജ്ഞാനിയാണ് ദൈവം, അഥവാ സർവജ്ഞാനിയായ ദൈവം. സകലവും അറിയുന്നവനാണ് ദൈവം. അപ്പോൾ തന്നെ മനുഷ്യരോട് തൻ്റെ ഇടപാടിൽ അവിടുന്ന് മനുഷ്യരെ യന്ത്രസമാനമായിട്ടൊന്നുമല്ല സൃഷ്ടിച്ചത്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അഥവാ തീരുമാനമെടുക്കുവാനും ദൈവത്തെ സ്വീകരിക്കാനും തള്ളിപ്പറയുവാനും ഒക്കെയുള്ള ആ ഒരു ചോയ്സ് നമ്മുടെ മേലിട്ടിട്ടാണ്, തിരഞ്ഞെടുപ്പിനുള്ള അവകാശം നമ്മുടെ മേൽ തന്നാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. കർത്താവിന് സ്തോത്രം ചെയ്യാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുക, ആരംഭിക്കുന്നത് തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയും. കർത്താവ് അരുളി ചെയ്യുക. ആമോസ് പ്രവചനം 4:13 പറയുകയാണ്, പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളുമേ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പം അവിടുന്ന് സകല മനുഷ്യരെയും അറിയുന്നു, അവിടുന്ന് പ്രപഞ്ചത്തെ മുഴുവനും അറിയുന്നു. സർവജ്ഞാനിയായ ദൈവം, വർത്തമാന ഭാവി കാലങ്ങളിലെ സകലവും അറിയുന്നവനായ ദൈവം, മനുഷ്യന്റെ സകല ചിന്തകളും രഹസ്യങ്ങളും അറിയുന്നവനായ ദൈവം. റോമാലേഖനം 2:16 നമ്മൾ കാണുക, ന്യായവിധി നാൾ ദൈവം മനുഷ്യന്റെ സകല രഹസ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരും. പാതാളവും നരകവും മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. സദൃശ്യവാക്യം 15:11 പറയുക, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയുന്നവനായ ദൈവം. ലോകത്തിൽ ഏത് ഭാഷയും ദൈവത്തിനറിയാം. ഏത് ഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാലും ദൈവത്തിനത് മനസ്സിലാകും. അതായത് സർവ്വ ലോകത്തിനും കൂടി ഒരേ ഒരു ദൈവമല്ലേ ഉള്ളൂ. ആ ദൈവം തൻ്റെ സൃഷ്ടികൾ എവിടെ നിന്ന് നിലവിളിച്ചാലും, എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും, അവരുടെ ഭാഷ നോക്കാതെ, അവരുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, അവരുടെ വർണ്ണ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ തൻ്റെ സൃഷ്ടിയുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സകലവും അറിയാം. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നുവെന്ന് സങ്കീർത്തനം 139:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം. നാം ചിന്തിക്കുന്നത് മറ്റു മനുഷ്യർക്കൊന്നും അറിയത്തില്ല. ഒരുപക്ഷെ നമ്മുടെ കൂടെ അനേകം നാളുകളായിട്ടുള്ള ആൾക്കും നമ്മുടെ ഉള്ളിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് ഒരുപക്ഷെ അറിയാൻ കഴിയത്തില്ല. ഭാര്യയുടെ ഉള്ളിൽ എന്താണെന്ന് ഭർത്താവിന് ചിലപ്പം മനസ്സിലായി എന്ന് വരത്തില്ല. ഭർത്താവിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ഭാര്യയ്ക്ക് ഒരുപക്ഷെ മനസ്സിലായി എന്ന് വരത്തില്ല. അങ്ങനെ ചിന്തിച്ചാൽ ആർക്കും നമ്മുടെ ഉള്ള്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ മനോഭാവങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്, യേശുവിന് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും സകലവും അറിയാം. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, ഒരു സൃഷ്ടിയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദൈവം മാത്രമാണ് സകല മനുഷ്യരുടെയും ഹൃദയത്തെ അറിയുന്നത്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മൾ കാണുക,
ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും. കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തൻ്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തരും അവനവൻ്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്തേരണമേ. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11-20 വാക്യം പറയുന്നു, നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. ഞാൻ എൻ്റെ വ്യവഹാരം നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചില സങ്കടങ്ങളില്ലേ, ആ സങ്കടങ്ങളും അറിഞ്ഞ് അതിന്മേൽ പരിഹാരം വരുത്തുന്നവനാണ് സർവജ്ഞാനിയായ നമ്മുടെ ദൈവം. ഉള്ളിലെ വേദനകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ സകലതും സർവജ്ഞാനിയായ ദൈവം അറിയുന്നുണ്ട്. അതിനുള്ള പരിഹാരവും ദൈവം ഒരുക്കിത്തരും. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ. കർത്താവിൽ നിന്ന് ആശ്രയിക്കാമോ? സർവജ്ഞാനിയായ ദൈവമേ, നീ എന്നെ അറിയുന്നു, നീ എന്നെ അറിയുന്നു. എന്നിലെന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, എന്നിലെന്തെങ്കിലും ഒരു നീതികേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ആ വിഷയത്തിന്മേൽ എന്നോട് ക്ഷമിച്ച് കർത്താവ്, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എന്നെ സഹായിക്കണമേ. ഇതിനുള്ള പരിഹാരമാർഗം എനിക്കറിയില്ല, എന്നാൽ സർവജ്ഞാനിയായ അങ്ങേക്ക് സകലവും അറിയാം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ സർവജ്ഞാനിയാണ് ദൈവമെന്ന് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ ദിവ്യത്വ ഗുണങ്ങൾ ചിന്തിക്കുമ്പോൾ 1 സൃഷ്ടാവാം ദൈവം, 2 സർവശക്തനായ ദൈവം, 3 സർവജ്ഞാനിയായ ദൈവം, 4 സർവവ്യാപിയായ ദൈവം. ഒരേ സമയം എല്ലായിടത്തായിരിക്കാൻ കഴിയുന്ന അവസ്ഥയുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ. ആ വ്യക്തിയാണ് ദൈവം. ആ ദൈവത്തിൻ്റെ അവസ്ഥയാണ് സർവവ്യാപിത്വം. ഒരേ സമയം ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ പ്രാർത്ഥനാ മുറിയിലും കേൾക്കുന്ന നിങ്ങളിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും അതേ സമയത്ത് തന്നെ ആയിരിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം പ്രപഞ്ചം മുഴുവനുമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-24 വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിക്കാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ ദൈവത്തെക്കുറിച്ച് പറയുക. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം തന്നെ ദൈവത്തെക്കുറിച്ച് പറയുക. ദൈവത്തെക്കുറിച്ച് പറയാൻ ദൈവം തന്നെയല്ലേ ഏറ്റവും യോഗ്യനായിട്ടുള്ളവൻ. വേറെ ആർക്കെങ്കിലും ദൈവത്തെ ഒരു 50% അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിനല്ലേ ദൈവത്തെ ഏറ്റവും അധികമായിട്ട് അറിയാൻ കഴിയുക. ആ ദൈവം പറയുക, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ? പ്രിയരേ, ദൈവം കാണാതെ വണ്ണം നമുക്ക് ഒരിടത്തും ഒളിക്കാൻ കഴിയത്തില്ല. സങ്കീർത്തന പുസ്തകം 139 നമ്മൾ കാണുന്ന 119 സങ്കീർത്തനം 7 വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയ നീ അവിടെയുണ്ട്, പാതാളത്തിൻ്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസിച്ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തിൽ നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമിൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ എവിടെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന സർവവ്യാപിയായ ദൈവം. എന്നാൽ സർവവ്യാപിയായ ദൈവം ജീവനില്ലാത്തതിലൊന്നും വസിക്കുന്നില്ല കേട്ടോ. അശുദ്ധമായിടത്തും അന്യാരാധന ഇടങ്ങളിലുമൊന്നും ദൈവം തൻ്റെ സാന്നിധ്യം നൽകത്തില്ല. സത്യദൈവത്തെ അറിയാൻ വാസ്തവമായി ആഗ്രഹിക്കുന്നവർക്ക് യേശുവിൻ്റെ സാന്നിധ്യം എവിടെയും അനുഭവിക്കാൻ കഴിയും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് കർത്താവ് പറയുക. അങ്ങനെ പറഞ്ഞത് സർവ്വവ്യാപിയായതുകൊണ്ടാണ്. ഒരേ സമയം കേരളത്തിലും അല്ലെങ്കിൽ എവിടെയൊക്കെ, ഇന്ത്യയിൽ എവിടെയൊക്കെയാണോ, ലോകത്തെവിടെയൊക്കെയാണോ, അമേരിക്കയിൽ എവിടെയൊക്കെയാണോ, ഇസ്രായേലിൽ എവിടെയൊക്കെയാണോ, കർത്താവിൻ്റെ നാമത്തിൽ എവിടെയൊക്കെ ആരൊക്കെ കൂടി വരുന്നുണ്ടോ അവിടെയെല്ലാം നിറസാന്നിധ്യമായിട്ട് നിറഞ്ഞു നിൽക്കുന്നവനായ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മൾ ആയിരിക്കുന്നിടത്ത്
നമ്മുടെ സമീപത്ത് ഇപ്പോൾ ഉള്ള വലിയ കൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമേ എന്ന് ഹൃദയം തകർന്ന് വിളിക്കുന്നവരുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ട് യഹോവ ഇറങ്ങി വന്നരുളി ചെയ്യുക. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എല്ലാ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തുനിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവം പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ കൊച്ചുമുറിയിൽ, നമ്മുടെ കൊച്ചുകൂരയിൽ നമുക്കൊരുപക്ഷെ വലിയ സൗന്ദര്യമുണ്ടായെന്ന് വരത്തില്ല. നമ്മളൊരുപക്ഷെ ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കും, നമ്മളൊരുപക്ഷെ ഒരു കുടിലായിരിക്കും, നമ്മളൊരുപക്ഷെ വലിയ ക്ഷീണാവസ്ഥയിലായിരിക്കും. എന്നാൽ നമ്മുടെ കുറവോ നമ്മുടെ മാന്യതയോ നമ്മുടെ പണമോ നമ്മുടെ പാരമ്പര്യമോ ഇതൊന്നും നോക്കിയല്ല ദൈവം ഇറങ്ങി വരുന്നത്. 54-ാം സങ്കീർത്തനം 18-ാം വാക്യം നമ്മൾ കാണുക, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവത്തെ ആശ്രയിക്കുവാനുള്ളൊരു ഹൃദയ നുറുക്കം എനിക്ക് നിങ്ങൾക്കുമുണ്ടോ? ദൈവം നമുക്ക് സമീപസ്ഥൻ. മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനം തകർന്നവരെയും ഹൃദയം തകർന്നവരെയും ഒക്കെ പലരും ഉപേക്ഷിച്ച് കളയുമ്പോൾ, ഒന്നിനും കൊള്ളരുതാത്തവരെ ഒന്നിനും കൊള്ളുകയില്ല എന്നുള്ള സ്ഥിതിയിൽ വരുമ്പോൾ, ആർക്കും ഒരു ഉപകാരവുമില്ല എന്നുള്ള സ്ഥിതി വരുമ്പോൾ, നമ്മളെ തള്ളിക്കളയുന്ന ലോകരുടെ മധ്യത്തിൽ ദൈവം പറയുക, മനസ്സ് തകർന്നിരിക്കുന്ന കുഞ്ഞെ, ഹൃദയം തകർന്നിരിക്കുന്ന മകനെ, മകളെ, ഞാൻ നിന്റെ അടുക്കലുണ്ട്. നീ എന്നോട് നിന്റെ ഹൃദയത്തെ ഒന്ന് പങ്കുവെച്ചാൽ നിന്റെ വേദനയിൽ, നിന്റെ ഏത് അവസ്ഥയെന്നും നോക്കാതെ നിന്നെ സഹായിക്കുവാൻ ഞാൻ മതിയായവനാണ്. എനിക്കതിന് മനസ്സുണ്ട്. നിന്റെ വിഷയങ്ങളെ നീ എൻ്റെ കരങ്ങളിലേക്കൊന്ന് തരാമോ? നിന്റെ ഭാരം എൻ്റെ മേലൊന്ന് വയ്ക്കാമോ? ഞാനത് ചുമന്നുകൊള്ളാമെന്ന് കർത്താവ് പറയുക. ദൈവത്തെ അന്വേഷിച്ച് പല ജനങ്ങളും പുണ്യസ്ഥലങ്ങളും മലകളും പുഴകളും ഒക്കെ കയറിയിറങ്ങി നടക്കുമ്പോൾ, നമ്മളെ ആരാധിക്കുന്ന ദൈവം നമ്മുടെ കുറവ് നോക്കാതെ, നമ്മുടെ കുടിലാണോ കൊട്ടാരമാണോ എന്ന് നോക്കാതെ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നവനാണ്. എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം ഇറങ്ങി വന്നൊരു അത്ഭുതം ചെയ്യേണ്ട സാഹചര്യത്തിലാണ്, അതുപോലെയുള്ള പ്രതികൂല അവസ്ഥയിലാണ് എൻ്റെ ജീവിത സാഹചര്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് ആ വിഷയത്തിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. കാരണം നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അല്പം കൂടി ചിന്തിക്കാമല്ലോ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ദിവ്യത്വ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ഒന്ന്, ദൈവം സൃഷ്ടാവാണ്, അഥവാ സൃഷ്ടാവാം ദൈവം. 2, ദൈവം സർവശക്തനാണ്, അഥവാ സർവശക്തനായ ദൈവം. 3, ദൈവം സർവജ്ഞാനിയാണ്, അഥവാ സർവജ്ഞാനിയായ ദൈവം. 4, സർവവ്യാപിയായ ദൈവം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. അടുത്ത ദിവസം നമുക്ക് ദൈവത്തിൻ്റെ ബാക്കി ഗുണസവിശേഷതകൾ കൂടി പഠിക്കാം. അതിൽ ഇനി പഠിക്കുവാനുള്ളത്, ദൈവം രക്ഷിതാവാണ്, അഥവാ രക്ഷിതാവായ ദൈവം. ദൈവം നിത്യനാണ്, അഥവാ നിത്യനായ ദൈവം. ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ദൈവം സത്യദൈവമാണ്. ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അതിനോടനുബന്ധപ്പെട്ട വേദവാക്യങ്ങളോടൊക്കെ കൂടിച്ചേർന്ന് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ വചനം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ സന്ദേശം ഇന്ന് കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഈ സന്ദേശം ഒരുക്കുവാൻ അടിയനെയും ദൈവം സഹായിച്ചത് കേൾക്കുവാൻ നിങ്ങളെയും ദൈവം
സഹായിച്ചു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വീണ്ടും തമ്മിൽ കാണുവോളം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ, ദൈവത്തിൻ്റെ ഷെക്കനയിൽ ദൈവം നമ്മളെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.